ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അലർജിയെക്കുറിച്ചറിയാം. ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി കുറയുന്നതിന്റെ ഭാഗമായി ശരീരം ചില പ്രത്യേക വസ്തുക്കൾക്കെതിരെ പ്രതികരിക്കുന്നതാണ് അലർജി. രോഗപ്രതിരോധ ശക്തി കുറയാൻ സാധാരണ കാരണമായി കണ്ടുവരാറുള്ളത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യാനുസൃതം അമ്മയുടെ പാൽ ലഭിക്കാതിരിക്കുന്നത്, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, യഥാക്രമം മലവിസർജനം ചെയ്യാതിരിക്കുന്നത്, വ്യായാമക്കുറവ്, തൊഴിൽ മൂലവും ജീവിത സാഹചര്യം മൂലവും ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, കൃത്യതയില്ലാത്ത ഉറക്കം എന്നിവയാണ്. ഭൂരിപക്ഷം ആളുകളും ജനിക്കുമ്പോൾ അലർജിയുള്ളവരല്ല. പലരും ശീലിച്ചു വരുന്ന തെറ്റായ ജീവിത രീതിയാണ് അവരെ അലർജിയുള്ളവരാക്കി മാറ്റുന്നത്. അലർജിയുടെ സാധാരണ ലക്ഷണമായി കാണാറുള്ളത് ചുമ, തുമ്മൽ, ശ്വാസതടസ്സം, ശരീരം ചൊറിഞ്ഞു തടിക്കൽ, തൊണ്ട ചൊറിച്ചിൽ, വയറുവേദന തുടങ്ങിയവയാണ്. ഇതിന് കാരണമായി കാണാറുള്ളത് കാലാവസ്ഥാ വ്യതിയാനം, പൊടികൾ, ചില ഭക്ഷണ സാധനങ്ങൾ, സ്കിന്നുമായി സമ്പർക്കത്തിൽ വരുന്ന ചില വസ്തുക്കൾ എന്നിവയാണ്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഡോക്ടറെ, കുഞ്ഞിന് മരുന്ന് കഴിച്ച് അസുഖം നല്ല കുറവുണ്ട്, എനിക്ക് കുറേ കാലമായി അലർജിയുടെ ബുദ്ധിമുട്ടുണ്ട്, ഞാനും അതേ മരുന്ന് കഴിച്ചാൽ പോരെയെന്ന്. എന്നാൽ നിങ്ങളിൽ പലരും മനസ്സിലാക്കേണ്ട വസ്തുത, ആയുർവേദത്തിലെ ഓരോ ചികിത്സയും വ്യക്തിഗതമാണ്. ഒരു വ്യക്തിയുടെ ശരീരപ്രകൃതിയും രോഗാവസ്ഥയുമാണ് അവിടെ പ്രധാനം. അലർജി കാരണം പിടിപെട്ടിട്ടുള്ള അസുഖങ്ങളെ പൂർണ്ണമായി സുഖപ്പെടുത്താനും പിന്നീട് ഒരിക്കലും അലർജി വരാത്ത വിധം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ആയുർവേദത്തിന് സാധിക്കും. ഒരു ഡോക്ടറുടെ സഹായത്തോടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കൂ. സ്വയം ചികിത്സ ഒഴിവാക്കൂ. ഓരോ അറിവും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യൂ. Be healthy, be happy.